ഹായ് ഫ്രണ്ട്സ്, മൗനരാഗത്തിന്റെ പുതിയൊരു പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ വിക്രത്തിന്റെ അമ്മൂമ്മ കാദംബരിയുടെ വീട്ടിലേക്ക് ആ ഒരു ചടങ്ങിനായിട്ട് അവിടേക്ക് എത്തി. അവിടെയൊക്കെ കഴിഞ്ഞ് അവിടെ ആഹാരം കാണാത്ത രീതിയിലുള്ള ഒരു ഇത് തന്നെയായിരുന്നു ആ അമ്മൂമ്മ ചെയ്തിരുന്നത്. ഭക്ഷണ കാർത്തിയോട് കൂടി കഴിക്കുകയായിരുന്നു. അപ്പൊ അവരൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട്. കല്യാണിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നുണ്ട്. എന്തായാലും മരുമകൾ അത്ര നല്ല മരുമകളൊന്നല്ല എന്ന്. അതിനുശേഷം തിരികെ വീട്ടിലേക്ക് പോകാൻ നേരം കല്യാണിയാണെങ്കിൽ കുറെ ഭക്ഷണമൊക്കെ എടുത്ത് കൊടുക്കുകയാണ്. കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞുകൊണ്ട്. അത് താൻ ആഗ്രഹിച്ചിരുന്നതാണ്. അമ്മൂമ്മ വിചാരിച്ചിരുന്നു ആ ഭക്ഷണമൊക്കെ കിട്ടിയിരുന്നെങ്കിൽ ഇനിയിപ്പോൾ താൻ വീട്ടിൽ ചെന്ന് അതൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ, താൻ തന്നെയാണല്ലോ പണിയെടുക്കുന്നതെന്നൊക്കെ ഇങ്ങനെ വിചാരിച്ച് നിൽക്കണം. അതേ സമയത്ത് തന്നെയാണ് കല്യാണി അങ്ങനെ ഭക്ഷണത്തിന്റെ ആ ഒരു പൊതിയുമായിട്ട് വന്നു നിൽക്കുന്നത്. അങ്ങനെ ആ സമയത്ത് വലിയ വേണ്ടായിരുന്നു മോളെ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അങ്ങനെ വലിയതോടുകൂടി അതൊക്കെ വാങ്ങിക്കുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ കല്യാണി കുറെ പണം എടുത്തിട്ട് അമ്മൂമ്മയ്ക്ക് നേരെ നീട്ടുകയും ചെയ്യുകയാണ്. അമ്മൂമ്മയ്ക്ക് ആവശ്യങ്ങളുണ്ടാവുമല്ലോ, കുഴമ്പൊക്കെ വാങ്ങിക്കാമല്ലോ എന്നൊക്കെ പറയുമ്പോൾ അതും വേണ്ടായിരുന്നു മോളെ എന്ന് പറഞ്ഞിട്ട് വീണ്ടും അതൊക്കെ വാങ്ങിച്ച് നേരെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ അവിടെ എത്തുമ്പോൾ ഈ ഭക്ഷണത്തിന്റെ പൊതിയൊക്കെ കാണുമ്പോൾ ഇത് എവിടെ നിന്നാണെന്ന് ചോദിക്കുമ്പോൾ മോള് കാദംബരി തന്നതാണെന്ന് പറയുന്നു. കാദംബരിയാണോ തന്നത് അല്ലെങ്കിൽ അവളുടെ അനിയത്തിയാണോ തന്നത് എന്ന് പ്രകാശൻ ദേഷ്യത്തോടുകൂടി ചോദിക്കുന്നുണ്ട്. ഇല്ല, മോളിന് അവള് തന്നെയാണ് തന്നത്. അമ്മൂമ്മ അച്ഛനും വിക്രത്തിനും കൊടുക്കണമെന്ന് പറഞ്ഞ അവള് സ്നേഹത്തോടു കൂടി തന്നതാണ് കാദംബരി എന്നൊക്കെ പറഞ്ഞെന്നുണ്ടെങ്കിലും എന്തുട്ടായാലും എനിക്ക് വേണ്ട, കാരണം അവളുടെ അനിയത്തി പങ്കെടുത്ത ചടങ്ങിലെ ഭക്ഷണമാണിത്, അതുകൊണ്ട് ഞാനിത് കഴിക്കില്ല എന്ന് പ്രകാശൻ അങ്ങനെ തറപ്പിച്ച് പറയുന്നൊക്കെ ഉണ്ട്. എന്തായാലും വിക്രം അതൊക്കെ എടുത്ത് കഴിക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അതിനുശേഷം കാണിക്കുന്ന ഭാഗം എന്ന് വെച്ചാൽ വീണ്ടും നമ്മുടെ ചന്ദ്രസേനന് അച്ചായന് വന്നിട്ട് പറയുന്നുണ്ട്, ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവരികയാണ്. കിരണുണ്ട് അവിടെ. ആ സമയത്ത് പറയാണ്, ഞാൻ ഒരു പെണ്ണ് കാണിക്കാനാണ് നിന്നെ കൊണ്ടുവന്നിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ ചന്ദ്രസേന ദേഷ്യം വരുന്നുണ്ട്. സേന പറയുകയാണ്, അച്ചായൻ എന്താ പറഞ്ഞാൽ മനസ്സിലാവില്ലേ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യത്തോടു കൂടി മുഖം തിരിച്ച് പുറം തിരിഞ്ഞ് അങ്ങനെ നിൽക്കുകയാണ്. അതേ സമയത്ത് കിരൺ ബാക്കിലേക്ക് നോക്കിയിട്ട് പറയുന്നുണ്ട്, ദേ വന്നല്ല മണവാട്ടി, ഇതല്ലേ പുതുപ്പെണ്ണ് എന്ന് പറയാണ്. അപ്പൊ അത് കേൾക്കുന്നത് നീ നോക്ക് സേന എന്ന് പറയുന്നുണ്ട് അച്ചായന്. അങ്ങനെ സേന അങ്ങനെ തിരിഞ്ഞു നോക്കിയിട്ട് പെട്ടെന്ന് തന്നെ മുഖങ്ങടെ തിരിയാണ്. അപ്പൊ വീണ്ടും എന്നുള്ള രീതിയിൽ വീണ്ടും രണ്ടാമത് തിരിഞ്ഞു നോക്കുന്നുണ്ട്. അപ്പൊ തിരിഞ്ഞു നോക്കുന്നത് വേറെ ആരെയല്ല, അവര് അവിടെ പുതുപ്പെണ്ണായി കൊണ്ടുവന്നിട്ടുള്ളത് സ്വന്തം അമ്മയെ തന്നെയാണ്, രൂപയെ തന്നെയാണ് അവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. സേനനാണെങ്കിൽ അങ്ങനെ രൂപയെ നോക്കി അങ്ങനെ സന്തോഷത്തോടു കൂടി നിൽക്കുന്നുണ്ട്. ഇതെന്താ ഇങ്ങനെ സംഭവിച്ചത്? എന്തായാലും കിരണും കല്യാണിയും അച്ചായനും എല്ലാ സത്യങ്ങളും മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ അവരെ ഒന്നിപ്പിക്കാൻ തന്നെയാണ് പരിപാടി. ഇനിയിപ്പോൾ എന്തായാലും അവരുടെ കല്യാണങ്ങളും അതുപോലെ തന്നെ സ്വർണ്ണം എടുക്കാൻ പോകും, ഡ്രസ്സ് എടുക്കാൻ പോകലും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇനി ഈ ആഴ്ചയിൽ വരാൻ പോകുന്ന എപ്പിസോഡ്. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.